പെരടിച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കാളും ഞാൻ അങ്ങോട്ട് വേർത്തുളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാരങ്ങ വെള്ളം കലക്കി വെച്ച് കഴിഞ്ഞിട്ട് പെര തുടക്കാൻ വേണ്ടി പോകാനാണ്. ഈസ്റ്ററിന് വീട് ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, അപ്പോൾ വീട് ഒരുക്കാനുള്ള പണിയിലാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ അരി വെള്ളത്തിലിടുന്നത് നാളെ പെസഹ അപ്പത്തിന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അരി കുതിർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കും, എന്നിട്ട് അരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റിയെടുക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ചെയ്തു വെച്ചാൽ നാളെ എനിക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടുമല്ലോ. വെള്ളത്തിൽ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെര തുടക്കാൻ നിന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ പണിയൊന്നും മുഴുവൻ അങ്ങോട്ട് തീർന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടിൻ്റെ കാര്യം പറയാൻ വേണ്ടി ജോസഫ് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നേ, കോൺഗ്രസിൻ്റെ തന്നെ. മുറിയൊക്കെ തുടച്ചതാണ്, അപ്പോൾ മുറി കൊണ്ടുപോയി ഇരുത്താന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല. അത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കണേന്ന് അനിയത്തി പ്രാവ് എന്ത് മനസ്സിലായിട്ടാണെന്നാവും ആ ചെറിയ കേട്ടോ. എന്നിട്ട് ഈ 3 എണ്ണത്തിനെ ഞാൻ ജനൽ പൊക്കത്ത് കയറ്റി നിർത്തി, എന്നിട്ട് അവിടെ നിന്ന് കണ്ടുവെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സിറ്റൗട്ടും തുടച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കുടിക്കാനിരുന്നുണ്ട്. ഒരു അലുവ കഷ്ണം ഉണ്ടായിരുന്നു, കറുത്ത അലുവ. അപ്പോൾ അതും ഇരുന്ന് കഴിക്കണേന്. അത് കഴിഞ്ഞ് പോയി കുളിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണേ കേട്ടോ. വലിയ വേറെ എടുത്തത് തേങ്ങയും മാങ്ങയും ചമ്മന്തി, പിന്നെ മാങ്ങ അച്ചാർ, പപ്പടം. ഇതായിരുന്നു. ഇനി അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളാണ്, പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുള്ളൂ വൈകുന്നേരം.